ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 75/2023 എന്നുള്ള ഓവർസിയർ, ഇലക്ട്രീഷ്യൻ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. 2 പാർട്ടുകളായിട്ട് നമ്മൾ 40 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ഒരു 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഓക്കെ, നിങ്ങളുടെ 4ാമത്തെ മൊഡ്യൂള് പ്രകാരമുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിനി വരാൻ വേണ്ടി പോകുന്ന ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ അതേ സിലബസിലുള്ള ചോദ്യങ്ങളാണ് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ പഠിക്കണം, എത്ര ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ തുടങ്ങിയാലോ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ്, സപ്പോസ് നിങ്ങൾ ജൂനിയർ ഇൻസ്ട്രക്ടറിന് വേണ്ടിയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനലുണ്ട്. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. സോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കണ്ടു നോക്കുക, നമ്മുടെ ചാനലിലൊരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കുറേയധികം ഉദ്യോഗാർത്ഥികൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുക. അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് പാർട്ടല്ലേ, ഈ സേഫ്റ്റി അല്ലേ, ദെൻ ഇലക്ട്രോണിക്സ് പോർഷൻസ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുക. അത് എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആൾക്കാർ വീഡിയോസ് കാണാതെ ചുമ്മാ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, സാർ ഇത് എവിടെ നിന്ന് കിട്ടുന്നൊക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് നിങ്ങൾക്ക് വി കെ മേത്തയുടെ ടെക്സ്റ്റ് ബുക്കിൽ കിട്ടും. ഓക്കെ, വി കെ മേത്ത ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതേപോലെ ആർ കെ രജ്പുത്തിൻ്റെയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ തെരേജയുടെ ടെക്സ്റ്റ് ബുക്ക്, ഓക്കെ, തെരേജയുടെ ഇലക്ട്രിക്കൽ ടെക്നോളജി എന്നുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, കുറേയധികം വോളിയൂംസ് ഉള്ള, അതിലെല്ലാം ഉണ്ട് കേട്ടോ. അതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എല്ലാ കാര്യങ്ങളും കിട്ടും. ദെൻ നിങ്ങൾക്ക് PYQ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ JB ഗുപ്ത, ഓക്കെ, ഗുപ്തയുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന ബുക്കുണ്ട്. അതിൽ 10,000, 30,000, 50,000 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെയ്ത് നോക്കാം. കുറേയൊക്കെ പരീക്ഷകൾക്ക് അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരാറുണ്ട്, അത് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ യൂത്ത് കോമ്പറ്റീറ്റീവ് ടൈംസ്, YCT പബ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയും. യൂത്ത് പബ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് PYQs കിട്ടുന്ന ബുക്കുകളുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതായിരിക്കും. ദെൻ ഇതൊരു മാക്സിമം പോയാൽ ഇതൊരു ഡിപ്ലോമ ലെവലിൽ മാത്രമേ കയറാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ MEDCയോ അല്ലെങ്കിൽ ACEൻ്റെയോ ഒന്നും പുസ്തകങ്ങൾ പറയുന്നില്ല കേട്ടോ. കാരണം ഒരു ഡിപ്ലോമ ലെവലിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ മതിയാവും. ഓക്കെ അല്ലേ? ഇനി ആരും മെറ്റീരിയൽസിനെ കുറിച്ച് ചോദിക്കില്ലല്ലോ. ഇനി ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത് പാർട്ട് 3 ആണല്ലേ. പാർട്ട് 1 മുതൽ കാണാത്തവർ എന്ത് ചെയ്യുക, ആ പ്ലേലിസ്റ്റ് എടുത്തിട്ട് പാർട്ട് 1 മുതൽ കണ്ടു നോക്കാം. ഓക്കെ, ദെൻ നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, നിമി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പോവാം? എക്സാം ടിപ്പ് എന്ന് പറഞ്ഞുള്ളൊരു പ്ലേലിസ്റ്റിൽ നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതെങ്ങനെ ചെയ്യണമെന്ന വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് പണ്ട് കാലത്ത് 4 PDF അടങ്ങിയിട്ടുള്ള, ഓക്കെ, 4 PDF ഫയലുകൾ അടങ്ങിയിട്ടുള്ളതായിരുന്നു ഈ വെബ്സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അത് അവരെന്ത് ചെയ്തു, സിലബസ് ഒന്ന് പുതിയതാക്കി. ഓക്കെ, 2022 ശേഷം അവരൊന്ന് സിലബസ് ഒന്ന് പുതുക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം 2 PDF മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നത് 4 സെമസ്റ്ററിന് അല്ലേ, 4 സെമസ്റ്ററിന് 4 PDF എന്നായിരുന്നു. ഇപ്പം 2 PDF, 2 ഇയർ കോഴ്സ് അല്ലേ, അപ്പോൾ 2 PDF മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ കോഴ്സിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. 1200 മണിക്കൂറാണ് അതിൻ്റെ ടോട്ടൽ ടൈം വരിക. അതിൻ്റെ ഭാഗമായിട്ട് അവർ കോഴ്സ് കണ്ടൻറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അവൈലബിൾ ആവുന്നത് ഈ ഫയലായിരിക്കും, 2 PDF ഫയലായിരിക്കും അവൈലബിൾ ആവുക. അപ്പോൾ എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല, കുറച്ച് കണ്ടൻറ്റ് കുറവായിരിക്കും. പണ്ടത്തെ കണ്ടൻറ്റ് അവരൊന്ന് കുറച്ചിട്ടുണ്ട്. അത് ആ ഫയലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ വെബ്സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2022 ഓൺവേർഡ്സ് സിലബസ് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരിക്കും. ഓക്കെ, യെസ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസും നോട്ടിഫിക്കേഷൻസും ഒക്കെ ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ,
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? സോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 75/2023 ആണ്. ആൽഫ കോഡ് A ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ ഇതൊരു നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഡിപ്ലോമ ഡിഗ്രി ലെവൽ ചോദ്യങ്ങളൊക്കെ വരാറുള്ള ചോദ്യമാണ്. സംടൈംസ് 1 watt-meter read negative when conducting 3-phase power measurement using 2 watt-meter. When does it occur? ഓക്കെ, ഒന്നുമില്ല, നമുക്ക് 3-phase പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡ് ഉണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ 3 watt-meter 3 ഫേസിലും യൂസ് ചെയ്യാം അല്ലേ. ദെൻ 2 watt-meter യൂസ് ചെയ്തിട്ട് നമുക്ക് പവർ മെഷർ ചെയ്യാം. ഇനി അത് ബാലൻസ്ഡ് ആണെങ്കിൽ സിംഗിൾ watt-meter മെത്തേഡ് ഉണ്ട്, അത് വെച്ചിട്ടും ചെയ്യാം. സോ 2 watt-meter മെത്തേഡിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഒരു watt-meterൻ്റെ റീഡിങ് നെഗറ്റീവായി എന്നാണ് പറയുന്നത്. അത് ഏത് കണ്ടീഷനിലാണ് നെഗറ്റീവ് ആവുന്നത്? ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പവർ ഫാക്ടർ ലെസ് ദാൻ 0.5 ആവുന്ന കേസിലാണ് 1 ഓഫ് ദി watt-meter റീഡ്സ് ദി നെഗറ്റീവ് വാല്യൂ. അത് അറിയാവുന്ന കാര്യമാണ്. സോ B ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക. പക്ഷേ ഇത് നോക്കിയേ, ഒരു പൊട്ട ചോദ്യം. വെൻ പവർ ഫാക്ടർ ഈസ് ലെസ് ദാൻ 0.5 ലാഗിങ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് ഈ ഒരു ആൻസർ ഇവിടെ തരേണ്ട ആവശ്യമില്ല. ഓക്കെ, 0.5-ൽ താഴെ ആയി കഴിഞ്ഞാൽ തന്നെ 1 ഓഫ് ദി watt-meter, ഇപ്പോൾ watt-meter 1ഉം watt-meter 2 ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലാഗിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എന്താ സംഭവിക്കുക? watt-meter 1 എപ്പോഴും പോസിറ്റീവ് മാത്രമേ റീഡ് ചെയ്യുകയുള്ളൂ. watt-meter 2 എന്ത് ചെയ്യും? പോസിറ്റീവ്, നെഗറ്റീവ്, സീറോവും എല്ലാം റീഡ് ചെയ്യും. ഓക്കെ, സോ ലാഗിങ് ആണ് നമ്മൾ സാധാരണ എപ്പോഴും ടെക്സ്റ്റ് ബുക്കുകളിലും അല്ലേ എല്ലാ മെറ്റീരിയൽസിലും കാണാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ടാണ് ലാഗിങ്ങിൻ്റെ കേസിൽ നമുക്ക് 1 ഓഫ് ദി watt-meter നെഗറ്റീവ് റീഡ് ചെയ്യുന്നത്. ഇനി ലീഡിങ്ങിൻ്റെ കേസാണെങ്കിലോ, ലീഡിങ്ങിൻ്റെ കേസിലും ഇതേ സംഭവം തന്നെയാണ് നടക്കുക. പക്ഷേ watt-meter തമ്മിൽ മാറും. അവിടെ watt-meter 2 ആയിരിക്കും പോസിറ്റീവ് വാല്യൂസ് റീഡ് ചെയ്യുക, watt-meter 1-ൽ നെഗറ്റീവ് വാല്യൂസ് വരും. ഓക്കെ, സോ ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസറാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. എന്നാൽ ഓപ്ഷൻ സി കറക്റ്റ് ആണോ? ഓപ്ഷൻ സി കറക്റ്റുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം 0.5 ലാഗിങ്ങിൽ പവർ ഫാക്ടറിൽ എന്താണ് നെഗറ്റീവ് റീഡ് ചെയ്യില്ലേ? റീഡ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ സംഭവിച്ചെന്താ അറിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. നല്ലൊരു ചോദ്യമായിരുന്നു, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിൽ പൊട്ട ഉത്തരം ഉള്ളതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. കാരണം സി വെച്ചിട്ടും ആൾക്കാർ ചിലപ്പോൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ പ്രൊവിഷണൽ കീയിൽ B ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫൈനൽ കീ വരുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്യപ്പെട്ടുണ്ടാവുക? യെസ്, ഈ രീതിയിൽ വീണ്ടും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ വന്നുകൊണ്ടായിരിക്കും അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടുണ്ടാവുക. സോ ദിസ് ക്വസ്റ്റ്യൻ വാസ് ഡിലീറ്റഡ് കേട്ടോ. ഓക്കെ, ഡിലീറ്റഡ്. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2 watt-meter മെത്തേഡിൻ്റെ അകത്തുള്ള പവർ ഫാക്ടറിൻ്റെ cos phi നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. cos phi എന്ന് പറയുന്നത് cos ഓഫ് tan ഇൻവേഴ്സ് ഇനി √3 W1 - W2 ഡിവൈഡഡ് ബൈ W1 + W2. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പവർ ഫാക്ടർ കണ്ടുപിടിക്കുക അല്ലേ. ഇവിടെ നമുക്ക് W1-ൻ്റെയും W2-ൻ്റെയൊക്കെ വാല്യൂസ് തന്നിട്ട് ചില കേസസിൽ പവർ ഫാക്ടർ ചോദിക്കാറുണ്ട്. അതെവിടെ? ഗേറ്റ് എക്സാം, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, അതേപോലെ AE ലെവൽ എക്സാം. എന്നാൽ സബ് എഞ്ചിനീയർ ലെവലിന് താഴെ ഓവർസിയർ, അതേപോലെ ITI ലെവൽ ഇലക്ട്രീഷ്യൻ എക്സാമിനൊക്കെ സാധാരണയായിട്ട് വളരെ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചില പവർ ഫാക്ടേഴ്സ് എടുത്തു പറയും അല്ലേ. ചില പവർ ഫാക്ടർ പറയും. പവർ ഫാക്ടർ 0, പവർ ഫാക്ടർ 0-നും 0.5, പവർ ഫാക്ടർ യൂണിറ്റ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ കേട്ടോ. ചെറിയ പരീക്ഷകളൊക്കെ ഇത്രേ ചോദിക്കാറുള്ളൂ. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെ എടുക്കണം? PF = 0. ദെൻ പവർ ഫാക്ടർ ഇൻ ബിറ്റ്വീൻ 0 and 0.5. Then power factor is equal to 0.5. Then 0.5-നും 1-നും ഇടയിൽ കേട്ടോ. ദെൻ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു 1. ഇത്തരം കേസുകളുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പം പവർ ഫാക്ടറിന് ചോദിക്കും, അല്ലെങ്കിൽ പവർ ഫാക്ടർ ആംഗിളിന് ചോദിക്കും കേട്ടോ. അതായത് ഫൈ ആംഗിളിന് ചോദിക്കും. പവർ ഫാക്ടർ 0 ആകുമ്പോൾ ഫൈ ആംഗിൾ എത്ര ആയിരിക്കും? ഫൈ ആംഗിൾ 90 അല്ലേ. cos 90 അല്ലേ 0. സോ ആ രീതിയിലും ചിലപ്പം ചോദിച്ചേക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് കേട്ടോ. പവർ ഫാക്ടർ 0 ആകുമ്പോൾ എന്താ കേസ്? യെസ്,
പവർ ഫാക്ടർ 0 ആവുന്ന സമയത്ത് ഫസ്റ്റ് വാട്ട് മീറ്റർ പോസിറ്റീവ് റീഡ് ചെയ്യും, സെക്കൻഡ് വാട്ട് മീറ്റർ അതേ വാല്യൂ തന്നെ നെഗറ്റീവ് റീഡ് ചെയ്യും കേട്ടോ. സെയിം വാല്യൂ ആണെന്ന് ഓർത്തിരിക്കണേ, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇനി പവർ ഫാക്ടർ 0.5 ചെറുതാവുന്ന സമയത്ത് എന്തായിരുന്നു? യെസ്, വൺ ഓഫ് ദി വാട്ട് മീറ്റർ റീഡ് പോസിറ്റീവ് വാല്യൂ, അതർ റീഡ് നെഗറ്റീവ് വാല്യൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ കേട്ടോ, സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഇവിടെയാണോ? ഇവിടെയല്ല. ഇനി പവർ ഫാക്ടർ 0.5 ആവുന്ന കേസിലോ ഒന്ന് പോസിറ്റീവ്, മറ്റേത് 0. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി 0.5നും 1നും ഇടയിലാണെങ്കിലോ രണ്ടും പോസിറ്റീവ് കേട്ടോ, രണ്ടും പോസിറ്റീവാണ് റീഡ് ചെയ്യുക, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പവർ ഫാക്ടർ 1 യൂണിറ്റ് ആവുന്ന സമയത്തോ അവിടെയും രണ്ടും പോസിറ്റീവാണ്. പ്രത്യേകത രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും കേട്ടോ, സെയിം മാഗ്നിറ്റ്യൂഡ്. അതായത് നമ്മളിപ്പോൾ ഒരു 1000 വാട്ട് മെഷർ ചെയ്യുന്നുണ്ട് വിചാരിച്ചോ, അപ്പോൾ 2 വാട്ട് മീറ്ററും 500 വീതം റീഡിങ് കാണിക്കും. ഓക്കെ, രണ്ടും 500 കാണിക്കും. ഇവിടെയോ? ഇവിടെ പവർ ഫാക്ടർ 0 ആയിട്ടുള്ള കേസിലോ ഇപ്പോൾ ഒരു 1000 വാട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അവിടെ പവർ ഫാക്ടർ 0 ആണെങ്കിൽ ഒന്ന് പോസിറ്റീവ് 1000 കാണിക്കും, മറ്റേത് നെഗറ്റീവ് 1000 കാണിക്കും. ഓക്കെ, ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു സ്പെഷ്യൽ കേസ് കൂടി പഠിച്ചു വെച്ചോ, പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.866. ഓക്കെ, അതായത് 5 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആവുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്, രണ്ടും പോസിറ്റീവ് തന്നെയാണ്, രണ്ടും പോസിറ്റീവ്. പ്രത്യേകത എന്താ? ഫസ്റ്റ് വാട്ട് മീറ്റർ റീഡ്സ് ട്വൈസ് ദാറ്റ് ഓഫ് ദി സെക്കൻഡ് വാട്ട് മീറ്റർ കേട്ടോ. അതായത് ഒരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 200 വാട്ടാണ് ആദ്യത്തേത് മെഷർ ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തത് 100 ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ മെയിൻ ഇക്വേഷൻ. നമുക്ക് പവർ ഫാക്ടറിൻ്റെ ഫൈക്കൊരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ. ഫൈ എന്ന് പറയുന്നത് ആക്ച്വലി അത് വരുന്നത് tan phi ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡ് ബൈ W1 പ്ലസ് W2. ഇതിൽ നിന്നാണ് വരുന്നത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും? ഫൈ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് എടുക്കും. കോസ് ഫൈയിലെ പവർ ഫാക്ടർ, അപ്പം കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡ് ബൈ W1 പ്ലസ് W2. ഇതിൽ നിന്നാണ് ഈ സാധനം മൊത്തം നമ്മൾ എഴുതിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഈ ഒരു ടേബിൾ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു A ലെവൽ എക്സാം വരെ ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഇതിൻ്റെ ആൻസർ ഡിലീറ്റഡ് ആണ് കേട്ടോ, അത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി കണക്ട് ദി പ്രഷർ കോയിൽ ഓഫ് എ വാട്ട് മീറ്റർ വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 പ്രഷർ കോയിൽ. നമുക്കറിയാം വാട്ട് മീറ്ററിൻ്റെ കേസിൽ കറണ്ട് കോയിലും ഉണ്ട്, പ്രഷർ കോയിലും ഉണ്ട് അല്ലേ. സീരീസ് കോയിലുണ്ട്, പാരലൽ കോയിലുണ്ട്. അപ്പോൾ സീരീസ് ഉള്ളത് കറണ്ട് പാസ് ചെയ്യും, പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് പ്രഷർ കോയിൽ എന്ന് പറയും, വോൾട്ടേജ് കോയിൽ എന്ന് പറയും. ദെൻ പ്രഷർ കോയിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ അതെങ്ങനെ കണക്ട് ചെയ്യാം? സീരീസ് ആയിട്ടോ പാരലായിട്ടോ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ചലഞ്ച് ചെയ്യപ്പെട്ടു. പ്രഷർ കോയിൽ നമുക്ക് എപ്പോഴും പാരലായിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ചോദിച്ചെന്താ, ആ പ്രഷർ കോയിൽ നമുക്ക് എന്താ പറയുക, 2 പ്രഷർ കോയിലുകൾ ഉണ്ടെങ്കിൽ ആ പ്രഷർ കോയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ്. അത് സീരീസ് ആയിട്ടോ പാരലായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. പക്ഷേ ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ആക്ച്വലി സീരീസ് ഓർ പാരലാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. ദ നെക്സ്റ്റ്, ഇൻ്റഗ്രേറ്റിംഗ് പ്രിൻസിപ്പിൾ ഇൻ ദി ഡിജിറ്റൽ മെഷർമെൻറ്റ് ഈസ് ദി കൺവേർഷൻ ഓഫ്. ഓക്കെ, ഇത് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് അതുമായിട്ടൊന്നും ബന്ധമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഡിജിറ്റൽ മെഷർമെൻറ്റ്, ഇപ്പം ഡിജിറ്റൽ വോൾട്ട് മീറ്ററാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിന് ആധാരമായിട്ട് എടുക്കുക. ഇപ്പം ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൻ്റെ കേസിൽ എന്താ വെച്ചാൽ ഇൻപുട്ട് എന്ന് പറയുന്ന വോൾട്ടേജ്, ഓക്കെ, വോൾട്ടേജ് മെഷർമെൻ്റ് ആണല്ലോ വേണ്ടത്. ദാറ്റ് ഈസ് ഡൺ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, അതൊരു ഫ്രീക്വൻസി, വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർഷനാണ് ഒരു DVMലൊക്കെ നടക്കുന്നത്. സോ വോൾട്ടേജ് ടു കറണ്ട്, വോൾട്ടേജ് ടു ഫ്രീക്വൻസി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കുറച്ചൊരു ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഒരു ഡിഗ്രി ലെവൽ ചോദ്യത്തിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ഓവൻസ് ബ്രിഡ്ജ്. ഇതും ഒരു ഡിഗ്രി ലെവൽ ചോദ്യമായിട്ടൊക്കെ കൺസിഡർ ചെയ്യാം. അത്ര അറിയണമെന്നില്ല. ഓവൻസ് ബ്രിഡ്ജ് എന്നൊക്കെ ഒരു ഡിപ്ലോമയിൽ താഴെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണൽ വളരെ കുറവാണ്. സാധാരണ എപ്പോഴും ചോദിക്കുന്ന ബ്രിഡ്ജസ് ഏതൊക്കെയാണ്? മാക്സ്വെൽസ് ബ്രിഡ്ജൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം ബ്രിഡ്ജസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? മാക്സ്വെലിൻ്റെ
ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. ഓക്കെ, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ഇൻഡക്റ്റൻസ്, രണ്ട് ഇൻഡക്റ്റൻസ് വരുന്ന സമയത്ത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ട് അവിടെ ഒരു എററിന് സാധ്യതയുള്ളതുകൊണ്ട് മാക്സ്വെൽ എന്ത് ചെയ്തു? മാക്സ്വെൽ തന്നെ ഒരു ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് കൊണ്ടുവന്നു കേട്ടോ. ഒരു ഇൻഡക്റ്റൻസ് അവിടെ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം വന്നതാണ് ഹേസ് ബ്രിഡ്ജ്. ഓക്കെ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദെൻ ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഉണ്ട്. അത് ഓരോന്നിനും ഓരോ പർപ്പസാണ് കേട്ടോ. ഹേസ് ബ്രിഡ്ജിൻ്റെ കേസിൽ ഹൈ ക്യൂ വാല്യൂ ആണ്. ആൻഡേഴ്സൺ ബ്രിഡ്ജിൻ്റെ കേസിൽ നിയർ ടു 1 വരുന്ന ക്യൂ വാല്യൂ ആണ്. ദെൻ ഓവൻസ് ബ്രിഡ്ജ്, അവിടെയാണ് ഓവൻസ് ബ്രിഡ്ജ് വരുന്നത്. ഓവൻസ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 കപ്പാസിറ്റൻസ് ഉണ്ടാവും കേട്ടോ ബ്രിഡ്ജിൽ. അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. ഇൻഡക്റ്റൻസ് ഓഫ് വൈഡ് റേഞ്ച് എന്നുള്ള രീതിയിൽ സാധാരണ പരീക്ഷകൾ ചോദിക്കാറുണ്ട്. എംപ്ലോയിങ് കപ്പാസിറ്റർ ഓഫ് റീസണബിൾ സൈസ്. നമുക്കവിടെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കിട്ടുക കപ്പാസിറ്റൻസിൻ്റെ ടേംസിലായിരിക്കും എന്നുള്ളൊരു പോയിന്റ് കൂടി അവിടെയുണ്ട്. ഫ്രീക്വൻസി ടേം ഇതിൽ ഇല്ല. ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനിൽ എവിടെയും ഇൻഡക്റ്റൻസോ റെസിസ്റ്റൻസോ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലൊന്നും നമുക്ക് ഇത് കറക്റ്റാണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഫ്രീക്വൻസി ടേംസ് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ടാവുക ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക. മെഷർമെൻറ്റ് ഓഫ് അൺനോൺ ഇൻഡക്റ്റൻസ് അത് കറക്റ്റാണ്. ദെൻ മെഷർമെൻറ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ പെർമിയബിലിറ്റി, മെഷർമെൻറ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ് ഇതും കറക്റ്റാണ് കേട്ടോ. ഒരു ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. സോ 1ഉം 3ഉം ഓക്കെയാണ്. ആക്ച്വലി ഇൻക്രിമെൻ്റൽ പെർമിയബിലിറ്റി നമുക്കവിടെ മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഒരു ഇലക്ട്രീഷ്യൻ സിലബസിലൊന്നും ഇത്ര ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ്, എ സർക്കിൾ ഈസ് സീൻ ഓൺ ദി സ്ക്രീൻ ഓഫ് എൻ CRO when 2 time varying signals of same frequency and same magnitude are applied to X and Y plates of CRO. The relative phase differences. CRO ഒക്കെ സാധാരണ ചോദിക്കാറ് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, അതേപോലെ A ലെവൽ എക്സാം, ഇതിലൊക്കെയാണ് CRO കൂടുതലായിട്ട് ഉണ്ടാവാറ്. ഇതെന്താ വിചാരിച്ചാൽ നമ്മൾ XY പ്ലോട്ടർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, 2 സിഗ്നൽസ് ഒരു CROയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ XY മോഡിൽ ഇടാറുണ്ട് അല്ലേ, രണ്ടും കൂടി ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട്. സോ ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു വേവ് ഫോം ഉണ്ടാവല്ലോ. യെസ്, അത് ഡിഫറെൻറ്റ് ഫേസ് ഡിഫറൻസ് അനുസരിച്ച് ഡിഫറെൻറ്റ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഈ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന എപ്പോഴാണ്? ഫേസ് ഡിഫറൻസ് 0 ആകുമ്പോഴാണ്. ഇനി അതൊരു ഈ രീതിയിലുള്ളൊരു എലിപ്സ് ആയിട്ട് മാറാറുണ്ട്. അതെപ്പോഴായിരിക്കും? 30 ഡിഗ്രിയിൽ കിട്ടും. അതേപോലെ 360 - 30, അതായത് 330യിലും കിട്ടും. ഇനി 45ലും നമുക്ക് കിട്ടുന്നത് ഏകദേശം എലിപ്സ് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ആംഗിൾ കുറച്ചിങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും എലിപ്സ് വരിക. ഇനി സർക്കിൾ കിട്ടുന്നതുണ്ട്. ഇതിങ്ങനെ ഒരു സർക്കിൾ ഷേപ്പ് വരും. അതെപ്പോഴാണ്? അത് 90 ഡിഗ്രി ആവുമ്പോഴും അതേപോലെ 270 ഡിഗ്രി ആവുമ്പോഴുമാണ് സർക്കിൾ കിട്ടുക. ഇവിടെ സർക്കിൾ അല്ലേ ചോദിച്ചേ? എ സർക്കിൾ ഈസ് സീൻ അല്ലേ, സർക്കിൾ കാണാൻ വേണ്ടി സാധിച്ചു. അതേത് ആംഗിളിലാണ്? 90 ഡിഗ്രിയിൽ. അതേപോലെ ഇവിടെ ഇനി 270 എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അതുകൂടി നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ 90 ഡിഗ്രിയാണ്. 360 വരുമോ? ഇല്ല, 360 വരില്ല. 360ൻ്റെ കേസിൽ വരുന്ന വേവ് ഫോം എങ്ങനെയായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി 180 വരുമോ? ഇല്ല, 180യിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരും കേട്ടോ, ഈ സൈഡിലേക്ക്. ഇനി 45 ഡിഗ്രി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു എലിപ്സിൻ്റെ ഷേപ്പ് ആയിരിക്കും കേട്ടോ. 45ൽ ഒരു എലിപ്സിൻ്റെ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഏകദേശം ഷേപ്പിൽ ഒരു വ്യത്യാസം വരുന്നതാണ്. ഇപ്പോൾ 30 ആകുമ്പോഴോ അതിന് കുറച്ച് ചെരിവ് ഈ സൈഡിലോട്ട് ഉണ്ടാവും. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, കാലിബ്രേഷൻ ഓഫ് എ വോൾട്ട് മീറ്റർ ഈസ് ഡൺ ത്രൂ. നമ്മൾ വോൾട്ട് മീറ്ററിൻ്റെ കാലിബ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹേർട്സ് മീറ്റർ, ഇത് ഫ്രീക്വൻസിയാണ്. സിഗ്നൽ ജനറേറ്റർ, ആംപിയർ അവർ മീറ്റർ, ഇതൊക്കെ ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പാണ്. പൊട്ടൻഷ്യോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് കാലിബ്രേഷൻ ചെയ്യണമെങ്കിൽ ഒരു സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് നമ്മളെപ്പോഴും കാലിബ്രേഷൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക അല്ലേ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്. സോ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന അത്തരം ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. സോ വൺ ഓഫ് ദി എക്സാമ്പിൾ എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വാട്ട് വുഡ് ബി ദി സെൻസിറ്റിവിറ്റി ഓഫ് ആൻ അമ്മീറ്റർ വിച്ച് റിക്വയർസ് ചേഞ്ച് ഓഫ് 2 ആംപിയർ ഇൻ ഇറ്റ്സ് കോയിൽ
ടു പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ഓഫ് ദി പോയിൻ്റർ ബൈ 6 mm. ഒന്നുമില്ല, നമുക്കെപ്പോഴും ഒരു അമ്മീറ്റർ എടുക്കുന്ന സമയത്ത് അമ്മീറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്താ? ഔട്ട്പുട്ടിൽ ഈ പോയിൻ്റർ മൂവ് ചെയ്യുകയല്ലേ ചെയ്യുക, ഒരു സർട്ടൺ ഡിസ്റ്റൻസ് അല്ലേ, ഒരു മില്ലിമീറ്റേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യും. അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത് എന്താ? ഒരു നിശ്ചിത കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യണം അല്ലേ. ഈ സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് ആ കറണ്ട് കാരണം ഈ അമ്മീറ്റർ മൂവ് ചെയ്യുക. സോ ഇൻപുട്ട് ആരാ? ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് ആരാ? ഔട്ട്പുട്ട് ഈ മൂവ്മെൻ്റ് അല്ലേ, മൂവ്മെൻറ്റ് ഇൻ ഡിഫ്ലക്ഷൻ ഇൻ മില്ലിമീറ്റർ അല്ലേ, ഡിഫ്ലക്ഷൻ കൊടുക്കുക. നമ്മൾ ചോദിച്ചത് എന്താ? വാട്ട് വുഡ് ബി ദി സെൻസിറ്റിവിറ്റി? സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് തന്നെയാണ്. ആ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ പോലും അറിയേണ്ട ആവശ്യമില്ല, ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഔട്ട്പുട്ടിൽ ആരാ? ഔട്ട്പുട്ടിൽ ഡിഫ്ലക്ഷൻ 6 mm. ഇൻപുട്ടോ 2 ആംപിയർ കറണ്ട്, 6/2 3. യൂണിറ്റ് മാറിപ്പോയത് mm/ആംപിയർ. സോ 3 mm/ആംപിയർ. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല, വേഗത്തിൽ ഒരു മാർക്ക് കിട്ടി. നെക്സ്റ്റ്, എ 0 to 300 volt voltmeter ഹാസ് ഗ്യാരണ്ടീഡ് ആക്യുറസി ഓഫ് 1% ഫുൾ സ്കെയിൽ റീഡിംഗ്. ദി വോൾട്ടേജ് മെഷേർഡ് ബൈ ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് 96 volt. ദി പെർസെൻറ്റേജ് ലിമിറ്റിംഗ് എറർ ഈസ്. ഓക്കെ, നമ്മുടെ കയ്യിലൊരു 0 മുതൽ 300 വോൾട്ട് വരെ മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. അതിന് ഗ്യാരണ്ടീഡ് ആക്യുറസി 1%. ഓക്കെ, ഈ ഗ്യാരണ്ടീഡ് ആക്യുറസി എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, എന്നോട് സ്റ്റുഡൻസ് പോലും ചോദിക്കാറുണ്ട്, സാർ ആക്യുറസി 1% മാത്രമേ ഉള്ളൂ, അതായത് അത് 1% ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷീനാണോ അല്ലെങ്കിൽ മീറ്റർ ആണോ, അപ്പോൾ അത് അത്രയും മോശമല്ലേ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1% മാത്രമാണ് അതിൻ്റെ ആക്യുറസി. അപ്പം അത് അത്ര പോലും ആക്യുറേറ്റ് അല്ല എന്നല്ലേ സാർ അത് പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സാധാരണ ആക്യുറസി ക്ലാസ് പറയുമ്പം ഈ ഗ്യാരണ്ടീഡ് ആക്യുറസി ഒക്കെ പറയുന്ന സമയത്ത് ഈ എററാണ് ആ ആക്യുറസി എന്ന് പറഞ്ഞിട്ട് പറയുക കേട്ടോ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പറയുന്ന മീറ്ററിൽ 1% എറർ ഉണ്ടാവും, 1% ഗ്യാരണ്ടി എറർ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഗ്യാരണ്ടി ആക്യുറസി ഓഫ് 1% എന്ന് പറയുന്നത് നിശ്ചിതമായും ആ ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൽ 1% എറർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ, ഈ ഒരു വോൾട്ട് മീറ്ററിൽ 1% എറർ ഷുവറാണ്. നിങ്ങൾ ഏത് വാല്യൂ മെഷർ ചെയ്താലും 1% എറർ ഷുവറാണ്. നിങ്ങൾ 10 വോൾട്ട് മെഷർ ചെയ്താലും ഈ പറയുന്ന 1% എറർ ഷുവറാണ്. 300 വോൾട്ട് മെഷർ ചെയ്താലും 1% എറർ ഷുവറാണ്. അപ്പോൾ ഈ 300 വോൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈ ഇൻസ്ട്രുമെൻറ്റിലെ ഗ്യാരണ്ടി എറർ എത്രയാണ് പറഞ്ഞേ? 1% അല്ലേ. അപ്പം 300 വോൾട്ടിൻ്റെ 1% എത്രയാണ്? 3 വോൾട്ട്. അപ്പം നിങ്ങൾ ഈ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ഏത് വാല്യൂ മെഷർ ചെയ്താലും 3 വോൾട്ടിൻ്റെ എറർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു 10 വോൾട്ട് മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് 13 വോൾട്ട് കാണിക്കാം അല്ലേ. 200 വോൾട്ട് മെഷർ ചെയ്യുമ്പോഴോ അത് 203 വോൾട്ട് കാണിക്കാം. ഇതൊന്നും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ചെറിയ വാല്യൂസിന് എറർ കൂടും അല്ലേ. ഒരു ലിമിറ്റിംഗ് എറർ, ഒരു ഗ്യാരണ്ടി എററുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ വാല്യൂസ് മെഷർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എറർ ഉണ്ടാവും. വലിയ വാല്യൂസ് മെഷർ ചെയ്യുന്ന സമയത്ത് ആ എറർ കുറഞ്ഞു വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ 3 വോൾട്ട് എറർ ഷുവറാണ്, അത് ഏത് വാല്യൂ മെഷർ ചെയ്താലും. ചോദ്യം എന്നാ? ദി വോൾട്ടേജ് മെഷേർഡ് ബൈ ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് 96 വോൾട്ട്. 96 വോൾട്ടാണ് മെഷർ ചെയ്തത്. ഓക്കെ, നമ്മൾ ഒരു 96 വോൾട്ട് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ലിമിറ്റിംഗ് എറർ എത്രയാണെന്നാണ് ചോദിച്ചത്. സോ 96 വോൾട്ടിലും ഈ പറയുന്ന 3 വോൾട്ട് എറർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് ലിമിറ്റിംഗ് എറർ 3/96. നിങ്ങളിത് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓപ്ഷൻ നോക്കിയിട്ട് പിക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഓക്കെ, 3/100 എത്രയാണ്? 3/100 എന്ന് പറയുന്നതാണ് 3% അല്ലേ. അപ്പം 3/96 എന്ന് പറയുമ്പോൾ എന്തായാലും 3നേക്കാൾ കൂടില്ലേ, കാരണം ഡിനോമിനേറ്റർ കുറഞ്ഞില്ലേ, ഡിനോമിനേറ്റർ 100നേക്കാൾ കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ വാല്യൂ 3നേക്കാൾ കൂടും. അപ്പം 3നേക്കാൾ കൂടുതലായിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നോക്കിയേ, അത് ഇത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ, 3.13. കേട്ടോ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അത്ര ക്ലോസ് വാല്യൂസ് പോലും തന്നിട്ടില്ല. സപ്പോസ് ഇവിടെ ഒരു 2.89ഉം 3.13 തന്നാൽ നിങ്ങൾ ഏതാ വെക്കുക? 3.13 തന്നെ. എന്തുകൊണ്ടാണ്? യെസ്, 2.89 എന്ന് പറയുന്നത് കുറയല്ലേ ചെയ്തത്, നമുക്കത് ആവശ്യമില്ലല്ലോ. സോ ആൻസർ ഈ രീതിയിലാണ് കണ്ടുപിടിക്കുക കേട്ടോ. നെക്സ്റ്റ് പോകാം. ഇഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ക്രാംപ്ഡ് സ്കെയിൽ, ഓക്കെ, ക്രാംപ്ഡ് സ്കെയിൽ ഫോർ ലാർജർ വാല്യൂസ്, ദെൻ ഇറ്റ് ഫോളോസ്. നമുക്കറിയാം യൂണിഫോം ലോ അത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അല്ല?
ഇപ്പം ഈ പറയുന്ന ഡിജിറ്റുകൾ യൂണിഫോം ഡിസ്റ്റൻസിൽ ആവുന്നത് നമ്മൾ സാധാരണ DC മീറ്റേഴ്സൊക്കെ വരുമ്പോഴാണ് ഈ ഡിസ്റ്റൻസ് സെയിം ആവുക കേട്ടോ. 0 നിന്ന് 1ലേക്കുള്ള അതേ ഡിസ്റ്റൻസ് ആയിരിക്കും 1 നിന്ന് 2ലേക്ക്, അതേ ഡിസ്റ്റൻസ് 2 നിന്ന് 3ലേക്ക്, ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ സ്ക്വയർ ലോ അനുസരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്രാംബ്ഡ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് ഓപ്പൺ അറ്റ് ദി എൻഡ്. ഓക്കെ, സോ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റും. മൂവിങ് അയേൺ പോലെയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്താ, അത് സ്ക്വയർ ലോ ഫോളോ ചെയ്യുന്നതാണ്. സോ ക്രാംപ്ഡ് അറ്റ് ദി ബിഗിനിങ് അല്ലേ, ബിഗിനിങ്ങിൽ അത് ക്രാംപ്ഡ് ആയിരിക്കും. ദെൻ ഓപ്പൺ അറ്റ് ദി എൻഡ് കേട്ടോ, ഓപ്പൺ അറ്റ് ദി എൻഡ്. ഈ ലോഗരിതമിക്കിൻ്റെ കേസിലോ, ലോഗരിതമിക്കിൻ്റെ കേസിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇറ്റ് ഈസ് ക്രാംപ്ഡ് അറ്റ് ദി എൻഡ്, അല്ലെങ്കിൽ ലാർജർ വാല്യൂസിൽ അത് ക്രാംപ്ഡ് ആയിരിക്കും. ഇവിടെ ചോദിച്ചെന്താ, ക്രാംപ്ഡ് സ്കെയിൽ ഫോർ ലാർജർ വാല്യൂസ് അല്ലേ ചോദിച്ചേ, അത് ലോഗരിതമിക് ആണ്. ഇനി എന്താ ക്രാംപ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെറിയ വാല്യൂസിൽ വലിയ തിരക്കാണെന്ന് വിചാരിച്ചു. ഇപ്പം 1, ഓക്കെ, ദെൻ അതിൻ്റെ അടുത്ത് തന്നെയാണ് 2 ഉള്ളത്, അതിൻ്റെ അടുത്ത് തന്നെയാണ് 3 ഉള്ളത്. പതുക്കെ ഈ ഡിസ്റ്റൻസ് കൂടി ഇനി ഇവിടെ 10 ഉണ്ടെങ്കിൽ 9 ഇവിടെ ആയിരിക്കും. ഓക്കെ, 8. ഈ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിയേ, ചെറിയ വാല്യൂസിൽ ഭയങ്കര തിരക്കാണ് അല്ലേ, ക്രാംപ്ഡ് ആണ്. വലിയ വാല്യൂസിൽ എത്തുമ്പോഴേക്കും എന്തായി, അത് ഫ്രീ ആയി അല്ലെങ്കിൽ ഓപ്പൺ ആയി കേട്ടോ. ഇത് ഏതിൻ്റെ കേസിലാണ്, മൂവിങ് അയേൺ ടൈപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ലോ പ്രകാരമുള്ള മീറ്റേഴ്സ് ഈ രീതിയിലായിരിക്കും കേട്ടോ, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് 50ാമത്തെ ചോദ്യം, ദി പവർ ഓഫ് എ സിംഗിൾ ഫേസ് 3.3 kV. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യും, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. പക്ഷേ ഇതൊരു സിമ്പിൾ സാധനമാണ് കേട്ടോ. പവർ ഓഫ് എ സിംഗിൾ ഫേസ് 3.3 kV ലോഡ് ഡ്രോയിങ് എ കറണ്ട് ഓഫ് 30 ആംപിയർ ഈസ് റിക്വയർഡ് ടു ബി മെഷേർഡ് ബൈ മീൻസ് ഓഫ് എ വാട്ട് മീറ്റർ ഹാവിംഗ് പൊട്ടൻഷ്യൽ ടെർമിനൽ മാർക്ക്ഡ് ആസ് 110 volt and current terminal as 6 ampere. Okay, what is the transformation ratio of the CT? CTൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഈ 30 ആംപിയറിനെ എത്ര ആംപിയറിലേക്ക് കൊടുക്കുന്നത്, 6 ആംപിയറിലേക്ക്. സോ 5 ആണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോക്കൊന്നും ഒരിക്കലും യൂണിറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, സോ 5 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ആക്ച്വലി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ് കേട്ടോ. ഇവിടെ CT അല്ലേ ചോദിച്ചത്, ഇപ്പോൾ PT-ൻ്റെ ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, PT-ൻ്റെ ഈ പറയുന്ന വോൾട്ടേജ് റേഷ്യോ എടുത്താൽ മതി. ഓക്കെ അല്ലേ, യെസ്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത്. 10 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് വീഡിയോ ലെങ്തായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 10 ചോദ്യങ്ങളിൽ ഒതുക്കിയത്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, വലിയ ഡ്യൂറേഷനുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, അതോ ചെറിയ ഡ്യൂറേഷനുള്ള ഇത്തരം വീഡിയോസ് മതിയോ എന്നുള്ള കാര്യം കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് ഫ്യൂച്ചറിൽ ബാക്കിയുള്ള വീഡിയോസ് ചെയ്യാം. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ എൻഗേജ്മെൻറ്റ് വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.